അരവിന്ദന്റെ മക്കളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഒടുവില് കാവേരിയും ഗംഗയും യമുനയൊക്കെ ഭയങ്കര സന്തോഷത്തിലാ. ഇനിയിപ്പോ സുജാതയുടെ വീട്ടിലെ വീട്ടുജോലികളും ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. എന്തിനേറെ പറയുന്നു, നീള പോലും അവിടെ അടുക്കളപ്പണി ചെയ്യുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു സങ്കടമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, സുജാതയാണെങ്കിൽ നിർബന്ധിച്ച് ചെയ്യിക്കുമായിരുന്നു. ഏതോ ജോലിക്കാരോട് പെരുമാറുന്നേക്കാളും കഷ്ടമായിട്ടാണ് അവരോട് പെരുമാറിക്കൊണ്ടിരുന്നത്. പിന്നീട് വീടൊക്കെ തിരിച്ച് മേടിച്ചു, അല്ലെങ്കിൽ ലോണൊക്കെ അടച്ചെന്നറിഞ്ഞപ്പോ സുജാതയ്ക്ക് ഒട്ടും പിടിച്ചില്ല. സുജാതയുടെ വിചാരം എന്നുവരെ അടിമയായിട്ട് ഇവിടെ പിടിച്ചു കിടത്താം, പ്രതികാരം ചെയ്യാന്നൊക്കെയായിരുന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. സുജാതയ്ക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. ആ പൈസ അടയ്ക്കണ്ടെന്നൊരു ചിന്തയായിരുന്നു. വിനീതും അവരോടൊപ്പം അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ സുജാത വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ഇതെങ്ങോട്ടാ പോന്നെ? അമ്മേ, ഞാൻ ഇവരെ കൊണ്ടേ ആക്കിയിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ വിനീതും അവരോടൊപ്പം അരവിന്ദന്റെ വീട്ടിലേക്ക് പോവാ. അങ്ങോട്ടേക്ക് ചെല്ലുമ്പത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. ഈ സമയത്ത് കാവേരിക്ക് തോന്നി തന്റെ അച്ഛൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടെന്ന്. കേറുവാ മക്കളെ എന്ന് പറയുന്ന പോലെ. ഒരുപക്ഷെ അച്ഛന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് തന്നെ നടന്നത്. അല്ലെങ്കിലോ സുജാത ആന്റിയുടെ വീട്ടില് സഹിക്കാൻ പറ്റുമായിരുന്നില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ. അങ്ങനെ അവരൊക്കെ അങ്ങോട്ട് ചെന്ന് കയറി. അപ്പോഴേക്കും നെവിനും അങ്ങോട്ടേക്ക് വന്നു. നെവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിനീത്. നെവിൻ വന്നിട്ട് പറഞ്ഞു, നല്ല കാര്യം എന്താണെങ്കിലും അധിക ദിവസമൊന്നും അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നില്ലല്ലോ. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അതെ, ആ സ്വർണ്ണം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അമ്മാവൻ എന്താണെങ്കിലും എൻഗേജ്മെന്റ് സമയത്ത് സ്വർണങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ ഒരു പ്രശ്നം ഉണ്ടാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയെന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കാവേരി പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പൊ പേടിക്കണ്ടല്ലോ, ആരെയും പേടിക്കാതെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാം, ആരും കയ്യെ പിടിച്ച് ഇറക്കി വിടാനും പോകുന്നില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കഥ തുറന്ന് അകത്തേക്ക് കയറിയിട്ട് അരവിന്ദന്റെ ഫോട്ടോ ഭിത്തിയെ കൊണ്ടേ തൂക്കുവാണ് കാവേരി. പിന്നീട് എല്ലാവരും ഒരു നിമിഷം അവിടെ കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. എല്ലാവർക്കും സങ്കടവും സന്തോഷവും എല്ലാം തോന്നി. വീട്ടിൽ തിരികെ എത്തിയതിന്റെ സന്തോഷമുണ്ട്, പക്ഷെ അച്ഛനില്ലല്ലോ എന്നൊരു സങ്കടം അവർക്കുണ്ടായിരുന്നു. അതേ സമയത്ത് ശാരദ പറഞ്ഞു, അരവിന്ദേട്ട കാണുന്നില്ലേ ഇതൊക്കെ? ഞങ്ങൾ അനുഭവിച്ച വേദന എന്താന്ന് ഈ വീട്ടിലേക്ക് തിരികെ വരാനായിട്ട്. ഇതൊക്കെ ഓർക്കുമ്പോ എനിക്ക് ഇപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. അരവിന്ദേണ്ണ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞങ്ങളുടെ താങ്ങും തണലുമായിരുന്നു. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളോടൊപ്പം കരുത്തായിട്ട് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അമ്മ ഇന്ന് സങ്കടപ്പെട്ട് കരയല്ലേ? നമ്മൾ വീട്ടിൽ തിരികെ വന്നില്ലേന്ന് ചോദിച്ചു. അതെ, പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ വീട്ടിൽ തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരവിന്ദേന്റെ ഓർമ്മകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നീള വന്നിട്ട് പറഞ്ഞു, അമ്മ സങ്കടപ്പെടല്ലേ, അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട്, അച്ഛൻ ഒരിടത്തും പോയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിളയും കൂടെ ചേർത്ത് പിടിച്ചു. അങ്ങനെ മക്കളെ എല്ലാവരും ചേർത്ത് പിടിച്ചിട്ട് ശാരദ അവിടെ നിന്ന് കരയുവാണ്. സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും രാധം പറഞ്ഞു, ഇനി ഇപ്പൊ കരയേണ്ട കാര്യമൊന്നുമില്ല, ഇനി എന്തിനാ കരയണത്? വീട്ടിലേക്ക് തിരികെ വന്നില്ലേ, ഒന്നുമില്ലേലും ഇനിയിപ്പോ കിടപ്പാടും ആയില്ലേ എന്നൊക്കെ ചോദിച്ച് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിനീത് പറഞ്ഞു, എങ്കിൽ ശരി, ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിനീത് അങ്ങോട്ട് പോയി. ആ സമയം ശാരദ പറഞ്ഞു, അല്ല, ഇനിയിപ്പം നമ്മൾ എങ്ങനെ ജീവിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം വേണമല്ലോ. ഗംഗ പറഞ്ഞു, എന്തിനാ പേടിക്കണേ, അതിനെല്ലാം ഞാൻ തുണി തയ്ക്കുന്നുണ്ടല്ലോ. ഞാൻ തുണി തയ്ക്കും, നല്ല രീതിയിൽ തന്നെ തയ്ക്കും. മുമ്പെന്ന് പറഞ്ഞാൽ കുറച്ച് ഓർഡർ മാത്രം എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ രാത്രിയും പകലും നന്നായിട്ട് കഷ്ടപ്പെടുവാണെങ്കിൽ കുറെ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. യമുന പറഞ്ഞു, ഞാൻ ട്യൂഷനൊക്കെ എടുക്കാൻ കുട്ടികൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും എന്തെങ്കിലും ജോലിക്ക് പോവാം, എവിടെയെങ്കിലും ജോലിക്ക് കയറാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിളയ്ക്ക് സങ്കടമായി. നിള പറഞ്ഞു, അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ നന്നായിട്ട് പഠിക്കാമേ, ഞാൻ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ നിങ്ങളെയൊക്കെ നോക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാരദ മോളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ, മോളുടെ ജോലി ഇപ്പൊ പഠിക്കാന്നുള്ളതാ. ഗംഗ പറഞ്ഞു, അതെ, മോള് പഠിക്കാൻ പോയാൽ മതി, നന്നായിട്ട് പഠിക്കണം, അറിയാലോ. പിന്നീട് യമുനയോട് പറഞ്ഞു, നിന്നെ പഠിപ്പിച്ച് നല്ലൊരു ജോലിക്കാരിയാക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം, അത് നടക്കില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ യമുന പറഞ്ഞു, ഞാൻ പഠിച്ചോളാം, ഞാൻ നല്ല രീതിയിൽ തന്നെ പഠിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ യമുന പറയുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമായിരുന്നു, വീട്ടിൽ തിരികെ എത്തിയതിന് സന്തോഷം. അങ്ങനെ അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് റെഡിയാവുകയാണ് നിള. അപ്പം ഇത്രയും ദിവസം ക്ലാസ് ഒക്കെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ നിളയോടും യമുനയോടും സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിള റെഡിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശാരദ പറഞ്ഞു, മോളെ നീ ഒന്നും കഴിച്ചില്ലോ, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിച്ചിട്ട് പോയാൽ മതി, അമ്മ വാരിത്തരാന്നും പറഞ്ഞ് ശാരദ വാരി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കാവേരി പറഞ്ഞു, അതെ, പോകുന്നൊക്കെ കൊള്ളാം, അവിടെ ഇവിടെ വായി നോക്കി നിൽക്കാതെ നല്ല രീതിയിൽ പഠിക്കാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. പിന്നെ ഒരു വലിയ പഠിത്തക്കാരി വന്നിരിക്കുന്നു. അത് കേട്ടപ്പം ഗംഗ പറഞ്ഞു, പഠിക്കണം മോളെ, ഞാൻ സ്കൂളിൽ പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ എന്നോട് പറഞ്ഞ കോളേജിൽ വിട്ട് പഠിപ്പിക്കാന്ന്, പക്ഷെ ഞാൻ കേട്ടില്ല.
വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പം അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അന്ന് ഞാൻ പഠിക്കുമായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയേനെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീള പറഞ്ഞു, ആ അത് ശരിയാ, അത് ചേച്ചി പഠിക്കാത്ത ആരുടെ കുഴപ്പാ. ഈ സമയത്ത് യമുന പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞു, അത് ശരിയാ, എനിക്കാണെങ്കിൽ ഈ ഫിസിക്സ് കെമിസ്ട്രി ഒന്നും അത്ര ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ടാ പിന്നെ ഞാൻ കൂടുതൽ പഠിക്കാൻ പോകാത്തതെന്ന് പറഞ്ഞു. അതെന്താ? ഓ പണ്ടേ അത് ഞാനുമായിട്ട് അത്ര അങ്ങോട്ട് ചേർച്ചയിലല്ലെന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ ഞാൻ ഇച്ചിരി പുറകോട്ടാ. അത് കേട്ട് കഴിഞ്ഞപ്പോ ശാരദ പറഞ്ഞു, അതെനിക്ക് അറിയാവുന്ന കാര്യമാ, നേരത്തെ നീ കാണിച്ച വേലത്തരങ്ങളൊക്കെ അറിയാം. പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യിക്കാൻ കൊണ്ടിരുന്നതിന് പകരം അവള് സ്വന്തമായിട്ട് കള്ളോപ്പണ്ട് കൊണ്ടേ കൊടുക്കും. എന്നിട്ട് ഞാൻ ചോദിച്ചു കഴിയുമ്പോഴോ, ഓ ഇപ്പൊ പ്രോഗ്രസ് റിപ്പോർട്ടൊന്നും ഇല്ലാന്നൊക്കെ പറയും. അങ്ങനെ എന്തൊക്കെ കള്ളത്തരങ്ങളാ ഇവള് കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോ കാവേരി പറഞ്ഞു, അതൊക്കെ വെറുതെ ഒരു ട്രിക്കല്ലേ അമ്മയെന്ന് വെച്ചു. പിന്നെ ട്രിക്കാണ് പോലും, ദേ അങ്ങനെ ട്രിക്കും കാണിച്ചിട്ട് നടന്നോണ്ടാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നീള സ്കൂളിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും യമുന കോളേജിലേക്കും പോവാണ്. ആ സമയത്ത് വിനീത് വന്ന് കട തുറന്നു. കട തുറന്ന് തുണി തയ്ക്കാനായിട്ട് തുടങ്ങുവാണ്. തുണി തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി അങ്ങോട്ട് വരുന്നത്. ചേച്ചി വന്നിട്ട് തുണി തയ്ക്കാൻ കൊടുക്കുന്ന സമയത്ത് വിനീതിനോട് ചോദിച്ചു, അല്ല വിനീതെ, കഴിഞ്ഞ ദിവസമൊക്കെ എന്താ കട തുറക്കായിരുന്നെന്ന് ചോദിച്ചു. കുറച്ച് തിരക്കായിരുന്നു പറഞ്ഞു. പിന്നീട് പറഞ്ഞതേ ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ടാ. ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വിനീതല്ലേ തയ്ക്കുന്നേ. വിനീതനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബ്ലൗസ് എടുത്ത് കൊടുത്ത് തയ്പ്പിച്ചു. എന്ത് പറയാനാ, അത് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിനീത് പെട്ടെന്ന് ആലോചിച്ചു, ഒരു പക്ഷേങ്കില് താൻ ഈ ബ്ലൗസ് തയ്ക്കാൻ പിടിച്ചാൽ ശരിയാകത്തില്ല. ഗംഗയ്ക്ക് തൈല് കിട്ടുവാണ് നല്ല കാര്യമല്ലേ. ഇത്രയും കാലം താന് ആണുങ്ങളുടെ എല്ലാം മൊത്തം തയ്ക്കുമായിരുന്നു. പക്ഷെ ഇനി അത് വേണ്ട. പെട്ടെന്ന് തന്നെ വിനീത് പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ചേച്ചിന്ന് പറഞ്ഞു. എന്താ? അല്ല പറഞ്ഞ സമയത്ത് അയച്ചു തരാനൊന്നും പറ്റില്ല. ചേച്ചി ഒരു കാര്യം ചെയ്യാം, വേറെ എവിടെയെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞു. വേറെ എവിടെയെന്ന് വെച്ചാൽ അത്ര നന്നായിട്ട് തയ്ക്കുന്ന കട ഇവിടെ എവിടെ ഉള്ളതെന്ന് എനിക്ക് അറിയില്ലോ. ഒരു കാര്യം ചെയ്യാം, കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് എൻ്റെ ഒരമ്മാവൻ്റെ വീടുണ്ട്, അവിടെ ഗംഗ നന്നായിട്ട് തയ്ക്കും, അമ്മാവൻ്റെ മോള്, അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞാനേ പെണ്ണുങ്ങളുടെ തയ്ക്കാൻ മേടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നന്നായിട്ട് തയ്ക്കൂലോ അല്ലേ, ആ ഗംഗ നന്നായിട്ട് തയ്ക്കും, അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവര് നേരെ ഗംഗനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് വിനീതനോട് അവിടെ ഉണ്ടായിരുന്ന കടയിലേക്ക് കൈ വെച്ചു. അല്ല അതെന്താടാ നീ ഇങ്ങനെ? ഓ അപ്പൊ കാമുകിക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്ത് കൊടുക്കുമല്ലേന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനേക്ക, അവരും ജീവിച്ചു പോകണ്ടേ. ഇപ്പൊ വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലല്ലോ. അവൾക്ക് കുറച്ച് തയ്യൽ കിട്ടുവാണെങ്കിൽ കുടുംബത്തിനൊരു വരുമാനം ആവുമല്ലോ. അവർക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ഇക്കുറം ശരിയാ, നിന്നെപ്പോലുള്ള മനസ്ഥിതിയുള്ള ചെറുപ്പക്കാരെ ഇന്നത്തെ കാലത്ത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും വിനീത് എന്ത് ചെയ്തു, അവിടേക്ക് വരുവാണ്, വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശാരദ ഇറങ്ങിച്ചെന്നു. ശാരദയുടെ കയ്യിലേക്ക് ഒരു കവർ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അമ്മായി എന്ന് പറഞ്ഞു. ഇതെന്താ മോനെ, ഇരിക്കട്ടെ, കുറച്ച് സാധനങ്ങളാന്ന് പറഞ്ഞു. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും സാരമില്ല. എടാ മോനെ, നീ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് തരുന്ന സുജാത എങ്ങനെ കണ്ട അത് മതി, പിന്നെ അതിന്റെ പേര് പ്രശ്നം ഉണ്ടാവാനായിട്ട്. അമ്മ ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല. അതെ തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ച് ആരോടും പറയുകയും വേണ്ടെന്ന് പറഞ്ഞു. അല്ല എന്തിയെ, മുത്തശ്ശി എന്തിയെന്ന് ചോദിച്ചു. അകത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിനീത് അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്താണ് ഗംഗ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഗംഗ വിനീതിനെ ഒന്ന് നോക്കി. വിനീത് ഗംഗയെ നോക്കുവാണ്. ഗംഗയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി വിനീതിനെ കണ്ടു കഴിഞ്ഞപ്പം. താൻ വിനീതേട്ടനെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് വേറെ കല്യാണത്തിന്റെ പിന്നാലെ പോയതാണ്. ഒടുവിൽ ആ വിവാഹം നടന്നുമില്ല. ഇപ്പൊ എന്തോ പാവം വിനീതേട്ടൻ തന്റെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ഗംഗയ്ക്ക് മനസ്സിലായി. അതേ സമയത്ത് കോളേജിലേക്ക് ചെല്ലുവാണ് യമുന. കോളേജിലേക്ക് ചെല്ലുന്ന സമയത്ത് വിശാലിന് ഒരു ഫ്രണ്ട് സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ യമുനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശാലും കൂടി ചെന്നു. വിശാല എന്നിട്ട് ചോദിച്ചു, അല്ല ഇത്രയും ദിവസം എന്താ നീ വരാതിരുന്നെന്ന് ചോദിച്ചു. അതെങ്ങനെയാ വിശാലെ വരണേ, വിശാലിന് അറിയാലോ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ, ഒന്നും അറിയത്തില്ല അതിങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞു. അല്ല അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമായില്ലേ, എന്നാലും നിനക്ക് വരായിരുന്നു. ഓരോ ദിവസം ഞാൻ ഇവിടെ ഒന്ന് നോക്കി നിൽക്കും നീ വരുന്നുണ്ടോന്ന്, നിന്നെ കാണാതെ വരുമ്പോ എനിക്ക് വിഷമാവെന്ന് പറഞ്ഞു. സാരമില്ല, ഇനി മുതൽ ഞാൻ വരാന്ന് കരുതിയിരിക്കുക. വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ, എന്ത് ചെയ്യാനാ, എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടെന്നൊക്കെ വിശാൽ പറഞ്ഞു. അതൊന്നും സാരമില്ല വിശാലെ, അത് പറയാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായല്ലോ. ശരി ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ, കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതുവരെയായിട്ടും നോട്ട്സ് ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവളുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് നിന്നെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നൊക്കെ വിശാല പറഞ്ഞു. സാരമില്ല, ഇത് പ്രശ്നമാക്കണ്ട, ഇത് കോളേജ് എൻ്റെ കയ്യിൽ നിന്ന് വിടുക, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി എന്ന് പറഞ്ഞു. പിന്നീട് യമുന അങ്ങോട്ട് പോയി.
വിശാൽ അങ്ങനെ കൂട്ടാൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പത്തിന് കൂട്ടാൻ ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നോടോ എന്ന് ചോദിച്ചു. എന്താടാ? എടാ അവളുമായിട്ട് നീ ലൈനാണോന്ന് ചോദിച്ചു. ആണെങ്കിൽ എടാ ഇന്നലെ അല്ലേ നീ ആ സ്റ്റെഫിയോട് ഇഷ്ടമാന്ന് പറഞ്ഞ് ഇതേ ഡയലോഗൊക്കെ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. "ഉം. എടാ നിനക്ക് എത്ര എണ്ണം ഉണ്ട്? എടാ ഇതൊക്കെ ഒരു കഴിവല്ലേ? ഒരേ സമയത്ത് രണ്ടു മൂന്നെണ്ണങ്ങളെ പ്രേമിക്കണം. അതൊക്കെ ഒരുത്തന്റെ കഴിവാന്ന് പറഞ്ഞു. നീ ആള് കൊള്ളാലോന്ന് പറഞ്ഞു. അപ്പൊ വിശാല് യമുനയെ ചതിക്കാനുള്ള പുറപ്പാടാ. ജയപാലിന്റെ അല്ലേ മോന്. അപ്പൊ എന്താണെങ്കിലും മോശമാകത്തില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രൊമോയോ ആയിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണേ. അപ്പൊ അതിനകത്ത് എന്താണെങ്കിലും നല്ല അടിപൊളി പണിയൊക്കെ ജയപാലിന് കൊടുക്കുന്നുണ്ട്, കാവിരിയൊക്കെ ചേർന്നിട്ട്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.